എന്റെ അമ്മേ. ഞാൻ നിനക്ക് തന്ന ഓരോ അടിയും നിന്റെ മന്നാടിയാന്മാരുടെ കരണത്താ കൊണ്ടത്. അല്ലേ മോനെ, അടി മുഴുവൻ എന്റെ കരണത്താ കൊണ്ടത്. നീയായിരുന്നോ? തിന്നുന്ന ചോറിൽ മണ്ണിടരുത് മാമാ. നീ മണ്ണിടെന്നറിയാവുന്നതുകൊണ്ട് ഞാനിപ്പൊ ചോറ് ഉണ്ടാറില്ല. എന്താ കാര്യം? തെക്കും വടക്കും അറിയാത്ത ഒരു വക്കീലിനെ കൈ കിട്ടിയിട്ട് അവനെ കസ്റ്റഡിയിൽ എടുക്കാതെ ഈ ആനയെ കസ്റ്റഡിയിൽ എടുത്ത് തീറ്റി പോറ്റാൻ മാമന്റെ ബുദ്ധിക്ക് എന്ത് സംഭവിച്ചു? മന്നാടിയന്മാർ ആരെന്നറിയാതെ അവരുടെ ആനയെ തളയ്ക്കാൻ ധൈര്യം കാട്ടി അവനെ വേണം നമുക്ക് തീറ്റി പോറ്റാൻ. ഇനി അങ്ങോട്ട് കേസ് വാദിക്കാൻ അവനെ മതി. ശരിയാ, ഇന്ന് ആനയെ തളച്ചവൻ നാളെ ആർച്ചയെ തളക്കില്ലെന്ന് ആര് കണ്ടു? അങ്ങനെ ആർച്ചയെപ്പാരും തളയ്ക്കണ്ട, അതിന് ഞാനുണ്ട്. ഈ ആനയെ തളച്ച വക്കീൽ എവിടെ? അവനെ എനിക്ക് വേണം. അറിഞ്ഞോ അറിയാതെയോ അവൻ അടിച്ച ഓരോ അടിയും മന്നാടിയാന്മാർക്ക് ശരിക്കും കൊണ്ടില്ലേ? അങ്ങനെ നാറിയില്ലേ മന്നാടി കൊട്ടാരം? നീ കണ്ടതല്ലേ മാധവ, മന്നാടിപുരം ചന്തയിലെ മന്നാടിയാന്മാരുടെ മതവിളക്കം. അവർക്കെതിരെ വാദിക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് രണ്ട് പാട്ടറിയാം. ഒന്ന് ഞാൻ മറന്നുപോയി, മറ്റേത് ഞാൻ കഴുത്താർത്താലും പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥയായി നിന്റെ. സ്റ്റെപ്പ് കയറി വന്ന മഹാലക്ഷ്മിനെ തട്ടി കളയിലെ സേതുരാമ. ചിലപ്പോ ഈ കേസ്, ഈ ഒറ്റ കേസ് കൊണ്ടായിരിക്കും നിന്റെ രാജയോഗം തെളിയാൻ പോണത്. എന്നെ കൊലക്ക് കൊടുത്തേ നിനക്ക് സമാധാനം ആവത്തുള്ളല്ലേ? അപ്പൊ നിനക്ക് എന്നെ കൊലക്ക് കൊടുത്താലും സമാധാനം ആവുള്ളല്ലേ? അതെങ്ങനെ? ഞാൻ അവരത് കാശ് മേടിച്ചു പോയി. നീ ഈ കേസ് ഏറ്റെടുത്തില്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു അജ്ഞാതിന്റെ ഡെഡ് ബോഡി കാണാനുള്ള ആഗ്രഹം ഉണ്ടോ? വിളി വിളി വിളി. താങ്ക് യു. വരൂ വരൂ വരൂ, കടന്നു വരൂ. താങ്ക് യു. അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. കുറച്ച് ദൂരമൊന്നും അല്ലല്ലോ മന്നാടിപുരത്തൊന്നും ഇങ്ങോട്ടുള്ളത്. സാധാരണ ഇതുപോലുള്ള കേസുകൾ ഇദ്ദേഹം അറ്റൻഡ് ചെയ്യാറില്ല. പിന്നെ നിങ്ങളെ പോലുള്ള പോലീസുകാർ വന്ന് പറഞ്ഞുകൊണ്ട് തെളിയിക്കപ്പെടാത്ത കൊലക്കേസുകൾ മാത്രമേ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ. അതെ, ഇതും കൊലക്കേസാകേണ്ട കേസാ. ഇവൻ അവൾക്കൊരു പൂ കൊടുത്തു. ആർക്ക്? മന്നാടിയന്മാരുടെ പെങ്ങൾ ആർച്ചയ്ക്ക്. അവള് പൂ വാങ്ങി ഇവന് കൊടുത്തു. അവളുടെ ആങ്ങൾക്ക് ഞാനൊന്ന് കൊടുത്തു. അയാൾ വീണ്ടും എനിക്കൊന്ന് തന്നു. ഞാൻ അയാൾക്ക് വീണ്ടും ഒന്ന് കൊടുത്തു. അപ്പോൾ അയാൾ എനിക്കൊന്ന് തന്നു. അതങ്ങനെ കൊടുത്തു വാങ്ങിക്കൊണ്ടിരിക്കുക. ഇവര് പാരമ്പര്യമായിട്ട് കൊടുപ്പുകാരാണേ. അതിനിടയ്ക്ക് എന്റെ ജോലിയും പോയി. ഇതൊന്നും അവസാനിപ്പിക്കണ്ടേ? അല്ല, എങ്ങനെ അവസാനിപ്പിക്കാനാ? ഞങ്ങളുടെ ഒരു വക്കീലിനെ മന്നാടിപുരത്ത് കാലുകുത്താൻ ആ മന്നാടി ഞങ്ങള് തന്നെ സമ്മതിക്കാറില്ല അല്ലേ മാമ? അതെന്താ? വന്നവരൊന്നും ഞങ്ങൾക്ക് വിശ്വാസമായില്ല. തേടിയ വാല് കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ഉശിരും വീറും വാശിയുള്ള ഒരു വക്കീലിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളെ കൈവടിയരുതേ. കേസ് ഞങ്ങൾ ഏറ്റെടുത്തു. ആർച്ചയുടെ വായിലെ നാക്ക് കരിനാക്കട അല്ലണ്ണ, ചുവന്നിട്ടില്ലേ? ചെറ്റേ, പെങ്ങള് പറഞ്ഞതുപോലെ പരമൻ വക്കീലിനെ വാങ്ങിപ്പോയില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? പോട്ടടാ പോട്ടെ, ഇവനും നമ്മുടെ മന്നാടിപുരം കടവിൽ തന്നെ വന്നിറങ്ങും. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. ഈ പ്രാവശ്യം നോക്കിക്കോ, പുഴ പൊട്ടിച്ചിരിക്കും. മതിയടോ അഹങ്കരിച്ചത്. ഒരു മൂളിപ്പാട്ട് പാടി അഹങ്കാരം എന്ന് പറഞ്ഞ നാടാടത്. നല്ല കാറ്റല്ലേ? കാറ്റ് പോവാൻ നേരമാവുന്നേ ഉള്ളൂ. അതാണല്ലേ അക്കരെ പച്ച. അക്കരെ പച്ച ഒന്നുമല്ല, അത് തെങ്ങും തലപ്പാ. നീ ഒന്നും മിണ്ടാതിരിക്കും. മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ്. അതെ, ആറ്റിനക്കരെ കാറ് വരുമല്ലോ. സമയാവുമ്പോ ആംബുലൻസ് വന്നോളൂ ബോഡി എടുക്കാൻ. എന്താ? നോക്കിയാ സേതു, സട്ടികൾ പറഞ്ഞു. സട്ടികൾ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് സട്ടികൾ. അയ്യോ, ഇതൊരു പതിവില്ലാത്ത ചട്ടികളാണല്ലോ. അത് അസ്ഥികൾ ഒഴുക്കി വിടുന്ന ചട്ടികളായിരിക്കും. അസ്ഥികളല്ല പട്ടികളെ. മന്നാടിയന്മാരെ ചതിച്ച നീ ഒന്നും മന്നാടിപുരത്ത് കാലുകുത്തില്ലടാ. നരേന്ദ്ര, അടിച്ചൊതുക്കട ഇവന്മാരെ. ഈ കറുത്ത കോട്ടിട്ട പന്നി എവിടെ പോയി? അയ്യോ, നീ എന്തിനടാ മുങ്ങണേ? പോയി അവന്മാരെ അടിക്കടാ. എങ്ങോട്ടെന്നെ കുതിരാനെ കൊണ്ടുപോണാലും കൊണ്ടുപോണേ. ഞാൻ ചത്തിട്ടില്ല, കുഴിച്ചിടാനാ. മിണ്ടരുത്, മിണ്ടരുതെന്നാ പറഞ്ഞത്. നാക്കി അപ്പിട്ടെടുക്കും കൊണ്ടാരമേ. നീ പിടിച്ച് കെട്ടവനെ.
ദൈവമേ, സ്വന്തമായിട്ടൊരു പടക്ക കമ്പനി ഉണ്ട് വിചാരിച്ച് ഇങ്ങനെയുണ്ടൊരു വൃത്തിയായിട്ടൊരു വെടിക്കെട്ട് ശിക്ഷ. അതെ, ഇതാണ് മന്നാടിയാന്മാരുടെ ആചാരം. മന്നാടിയാർ പെണ്ണിനെ കരയിപ്പിച്ച ഇവരെ എരിത്തിയിലെറിയട വീരേന്ദ്ര. ഞങ്ങളെ തീയിലെറിഞ്ഞ ഞങ്ങൾ ഫ്രൈ ആവില്ലേ? ഞങ്ങളെ പുഴയിലെറിഞ്ഞാ മതി ചേട്ടന്മാരെ. ആരടാ നിന്റെ ചേട്ടൻ? നിനക്ക് ഞങ്ങളുടെ പെങ്ങളെ കോടതി കയറ്റി വിസ്തരിക്കണം, അല്ലടാ പരമനാറി. കത്തിക്കാൻ വരട്ടെടാ. ആർച്ചയെ തൊട്ട് കളിച്ച ഒരുത്തരം വെറുതെ വിടില്ല. സ്ത്രീകളെ തൊട്ട് കളിക്കേണ്ട പ്രായം ഞങ്ങളുടെ കഴിഞ്ഞു ചേട്ടന്മാരെ. ഞങ്ങൾ രക്ഷിക്കൂ പ്ലീസ്. ഈ പരദേശികളെ കത്തിച്ച് ചാരമാക്കട്ടെ മന്നാടിയാരെ. ഞങ്ങളെ ചാരമാക്കൂ മന്നാടിയാർ. സേതുരാമ, നിനക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല. മന്നാടിയാന്മാർക്കെതിരെ പോലീസുകാരോടൊപ്പം ഞാൻ നിൽക്കാൻ പ്രേരിപ്പിച്ചത് നീയല്ലടാ. സേതു തമാശ കളിക്കരുത്, പടക്കക്കളിയാണ്. കളി മുഴുവൻ കളിച്ച നീയല്ലടാ കാട്ടുകള്ള. ഇനി നിന്റെ ഒരു കളിക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല. മന്നാടിയാന്മാരെ കള്ളക്കേസിൽ കൊടുക്കാമെന്ന കരിങ്കാലിയല്ലടാ നീ. കരിങ്കാലി നിന്റെ മറ്റവൻ. പറയടാ ചൂലേ, മന്നാടിയാന്മാർ അറിയട്ടെ നിന്റെ തനിനിറം. പൊന്നു മനസ്സുള്ള തമ്പുരാക്കന്മാർ സുഖിച്ചു വാഴുന്നത് കണ്ടിട്ട് അസൂയ മൂത്ത കോപ്പറാണിവൻ. പോയി പറയടാ നിന്റെ പോലീസുകാരോട് ആർച്ചക്കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ആർച്ചക്കുഞ്ഞിനെതിരെ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. മാധവ, ഗുമസ്തരാണെന്നൊന്നും ഞാൻ നോക്കൂല. കത്തിച്ച് കളയടാ ഈ മുള്ളമ്പന്നിയെ. നിർത്തടാ. ഇപ്പൊ എന്താ പറഞ്ഞത്? കത്തിച്ചു കളയടാ മുള്ളം പന്നിയെന്ന്. അത് ഞാൻ. നീ എന്താ പറഞ്ഞത്? നിങ്ങൾ ദൈവമാണ് മന്നാടിയാർ, ദൈവമാണ്. മാനവും മര്യാദയുമായി നാടുവാഴി കഴിയുന്ന മന്നാടിയാമാരെ പറ്റി പരദൂഷണം പറയുന്ന ഇവനാണ് ചെകുത്താൻ. സേതുരാമൻ, ഞാൻ മിണ്ടരുത് നീ. ആർച്ചയെ അപമാനിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ചതിയൻ ചന്തുവാണിവൻ. കത്തിച്ച് ചാമ്പലാക്കൂ ഇവനെ. നിർത്ത്. എടാ, നീയാണല്ലേ ഞങ്ങളുടെ പെങ്ങളെ അവമാനിക്കാൻ വന്നവൻ. തല്ലിക്കൊല്ലു ഞാൻ. ചേട്ടാ, ഇവനെ ഞാനൊന്ന് തല്ലിക്കൊന്നാലും മന്നാടിയാരെ നിങ്ങൾക്കെതിരെ ഒരു കേസും ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ ഞാൻ വാദിക്കും. ഈ ദ്രോഹി കാരണമാണ് തങ്കപ്പെട്ട മന്നാടിയാമാരെ കുറിച്ച് അരനിമിഷം ഞാൻ തെറ്റിദ്ധരിച്ചു പോയത്. പുഴ കടന്ന് ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനാണ്, അല്ലാതെ കാക്കിയിട്ട് അസുരന്മാർക്ക് വേണ്ടി വാദിക്കാനല്ല. എന്നെ വിശ്വസിക്കും മന്നാടിയാർ. IPC 340 സത്യം. സത്യം മാത്രം പറയുന്ന ഒരു ക്രിമിനൽ വക്കീലാണ് ഞാൻ. കറുത്ത ഗൗണിട്ട വ്യാജ വക്കീലല്ലേടോ താൻ? ഇതാരാണ് ഈ വെള്ളപ്രാണി? ഞാൻ ഈശ്വരൻ വക്കീൽ, മന്നാടിയമ്മാരുടെ കുടുംബ വക്കീൽ. ഇതുപോലുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വക്കീലന്മാരെ വെച്ച് വാദിച്ച് അത്താഴം കഞ്ഞിയാക്കുന്നതിനേക്കാൾ ഭേദം എന്നെപ്പോലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർക്ക് കേസുകൾ വിട്ടുതന്ന് വിജയശ്രീ ലാളിതരാകൂ മന്നാടിയന്മാരെ. You shut up. ആരോരുമില്ലാത്ത അനാഥനായ എന്നെ മന്നാടിയാന്മാരുടെ കുടുംബ വക്കീലായി നിയമിച്ചു എന്ന് ഉറക്കെ പറയൂ. ഈ നാട് മുഴുവൻ കേൾക്കട്ടെ. പറയുന്നില്ല. എന്ത് കണ്ടിട്ട് അയാൾ ഓരിടുന്നത്? ആരോട് ചോദിച്ചിട്ട് അയാളെ കുടുംബ വക്കീലാക്കാൻ പോകുന്നത്? ഇനി ആരോടും ഒന്നും ചോദിക്കണ്ട. അനിയത്തിയുടെ നന്മ ഒന്ന് മാത്രം കണ്ടുകൊണ്ടാ ചേട്ടന്മാർ എന്നെ ഇവിടുത്തെ വക്കീലാക്കാൻ പോകുന്നത്. തന്നോട് ആർച്ച ചോദിച്ചില്ല. ഈ നിമിഷം താൻ മന്നാടിപുരം കടവ് കടന്നോണം. ഞാൻ പോകാം, പക്ഷേ കടവ് കടക്കാതിരിക്കാൻ പോലീസ് അവിടെ പാറാവുണ്ട്. അത് മറക്കണ്ട. പുഷ്പ കേസ് വിചാരണക്കെടുക്കുമ്പോൾ വാദിഭാഗം വക്കീൽ ഞാനായിരിക്കും. അപ്പോൾ മറക്കാൻ ശ്രമിക്കുന്ന പലതും കൂട്ടിക്കേറ്റി നിർത്തി ചോദിക്കേണ്ട ഗതികേട് സേതുവിന് വരും. എനിക്ക് വേണ്ടപ്പെട്ടവർ ഉത്തരം കിട്ടാതെ വീർപ്പുമുട്ടുന്നത് എനിക്കിഷ്ടമല്ല. ഇനി പറ, ഞാൻ മന്നാടിയാന്മാരുടെ കുടുംബ വക്കീലാകുന്നതിൽ ആർച്ചയ്ക്ക് എതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇപ്പൊ പറ. ആർച്ച സമ്മതിച്ചു, നിയമിച്ചു. ആര്? ആർച്ച. ആരെ? സേതുവിനെ നമ്മുടെ കുടുംബ വക്കീലായി നിയമിച്ചു. ഒരു സംശയമുണ്ട്, ഈ മുള്ളമ്പന്തി എന്ത് ചെയ്യും? നീ കൊണ്ട് ചുട്ടു തിന്നടാ. സേതു, ദാ,